പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. വിവിധ ഏജൻസികളുടെ ഫലം വൈകിട്ട് 6:30 പ്രസിദ്ധീകരിക്കും. കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ് പുറത്തുവരിക. പശ്ചിമബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നാളെ പുറത്തുവിടാനാണ് ഏജൻസികളുടെ തീരുമാനം. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ചില ഏജൻസികൾ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രീ പോൾ സർവേകളിൽ പ്രവചിച്ചിരുന്നു. മെയ് 4-നാണ് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇന്നാണ് പുറത്തു വരുന്നത്. പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെയാണ് ഇനി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരിക. വിവിധ ഏജൻസികളുടെ ഫലം വൈകിട്ട് 6:30 പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കേരളം, തമിഴ്നാട്, ആസം, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഫലങ്ങളൊക്കെയാണ് പുറത്തു വരിക. എന്തായാലും പശ്ചിമ ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നാളെ പുറത്തുവിടാനാണ് ഏജൻസികൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്ന് ചില ഏജൻസികൾ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രീ പോൾ സർവേകളിലൂടെയൊക്കെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് മുന്നണികളൊക്കെയും പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് BJP വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മറ്റു 2 മുന്നണികളും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. മെയ് 4-നാണ് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. അതിൽ കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ് പുറത്തു വരിക. എന്തായാലും വൈകിട്ട് 6:30 മണിയോടെ ഇത്തരത്തിൽ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കും. എന്തായാലും കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളോടെ കടന്നുകൂടുമെന്നൊക്കെ ഒരു പ്രതീക്ഷ തന്നെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ഭേദപ്പെട്ട വിജയം തന്നെ നേടുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് UDF-നുള്ളത്. എന്തായാലും ജയിച്ചു വരാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇന്ന് പുറത്തു വരും. വിവിധ ഏജൻസികളുടെ ഫലം 6:30 തന്നെ പ്രസിദ്ധീകരിക്കും. കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ് പുറത്തു വരിക.